മൊഡ്യൂൾ 5 ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് എ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? സോ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് എ കമ്പ്യൂട്ടേഷണൽ മോഡൽ ഇൻസ്പയർഡ് ബൈ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് അതേപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന സെയിം രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് കിട്ടിയ ഒരു കോൺസെപ്റ്റാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഇന്റർകണക്റ്റഡ് നോട്ട്സ് കോൾഡ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ഓർ സിംപ്ലി ന്യൂറോൺസ് ഓർഗനൈസ്ഡ് ഇൻ ടു ലെയേഴ്സ്. സോ ഡിഫറെൻറ്റ് നോട്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ നോട്ട്സിനെ നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കും. ഈ നോട്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡീപ്പ് ലേണിംഗ് and play a crucial role in many machine learning problems, machine learning applications. So neural networks എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. They are very basics. Okay, and they are the they play a crucial role in many machine learning applications. എന്താണ് ന്യൂറോൺസ്? ന്യൂറോൺസ് ആർ ദ ബേസിക് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ്സ് ഓഫ് എ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറാണ്. ദേ റിസീവ് ഇൻപുട്ട് സിഗ്നൽസ്. ഓരോ ന്യൂറോൺസും ഒരു ഇൻപുട്ട് സിഗ്നൽസ് റിസീവ് ചെയ്യും. ദെൻ ദേ അപ്ലൈ സം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ടു ദ ഇൻപുട്ട്. ദേ വിൽ പെർഫോം സം ഓപ്പറേഷൻസ് ഓൺ ദ റിസീവ്ഡ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഔട്ട്പുട്ട് വേരിയബിൾ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വേരിയബിൾ, as we studied in the previous classes. Okay, so ഡിഫറെൻറ്റ് ന്യൂറോൺസ് അതിനൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫർ ഓപ്പറേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കും ഓരോ ന്യൂറോൺസ് സ്ട്രക്ചറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുക. സോ എന്തൊക്കെയാണ് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് പിന്നീട് കാണാം. ദെൻ ലെയേഴ്സ്. എന്താണ് ലെയർ? ന്യൂറോൺസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ലെയേഴ്സ്. സോ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ന്യൂറോൺസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ ന്യൂറോൺസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സിലാണ്. സോ അതിനാണ് നമ്മൾ ലെയേഴ്സ് എന്നുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ദർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് ലെയേഴ്സ്. ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ 3 നമ്മൾ മെയിനായിട്ട് പറയുക. അതിന് ഇൻപുട്ട് ലെയർ, ദെൻ ഹിഡൻ ലെയർ ആൻഡ് ദ ഔട്ട്പുട്ട് ലെയർ. നമ്മൾ പറയുന്നത് പോലെ 3 ലെയേഴ്സിൽ ഇൻപുട്ട് ലെയർ ഉണ്ടായിരിക്കും. They will receive the input signal. Hidden layers, different levels of hidden layers ഉണ്ടായിരിക്കും. Then and an output layer. So ഒരു input side ഉണ്ട് and an output side. In between we have a number of hidden layers. Okay, so ഇതെല്ലാം കൂടുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. Then connections and weights. Neurons in one layer are connected to neurons in the subsequent layers through connections. So നമ്മൾക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ലെയേഴ്സിൽ നമ്മൾ ന്യൂറോൺസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ സിംപ്ലി ദേ can represent it by some dots. ഓക്കെ, സോ ഈ ഡോട്ട്സിന് എല്ലാം നമ്മൾ നോഡ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയും. ഈ ന്യൂറോൺസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. എല്ലാ ന്യൂറോൺസും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. each and every nodes എല്ലാത്തിലേക്കും നമുക്ക് ഇതുപോലെ കണക്ഷൻ വേണം. സോ ഇത് നമ്മളെ ഇൻപുട്ട് ലെയർ, ഇത് നമ്മളെ ഹിഡൻ ലെയർ, ഇത് നമ്മളുടെ ഔട്ട്പുട്ട് ലെയർ. സോ ഈ ഹിഡൻ ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലേക്ക് ഓരോ നോഡ്സും എത്ര നോഡ്സ് ഉണ്ടോ വി ക്യാൻ ഡിസൈൻ. ഇത്ര നോഡ്സ് ഉണ്ടോ അതെല്ലാം സബ്സിക്വൻറ്റ് ലെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കണക്ഷൻസ് ഉണ്ടാവില്ല. ബട്ട് ഇൻപുട്ട് ലെയർ ടു ദ ഫസ്റ്റ് ഹിഡൻ ലെയർ ടു ദ സെക്കൻഡ് ഹിഡൻ ലെയർ ടു ദ തേർഡ് ഹിയർ. സെക്കൻഡ് ഈസ് കണക്റ്റഡ് ടു ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. ആൻഡ് ഫൈനലി വി ഹാവ് ദ ഔട്ട്പുട്ട് ലെയർ. സോ സബ്സിക്വൻറ്റ് ലെയേഴ്സ് തമ്മിൽ പരസ്പരം ഇന്റർ കണക്റ്റഡ് ഉണ്ടായിരിക്കും. ഇന്റർ കണക്റ്റഡ് ലെയേഴ്സിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ആ വെയിറ്റിനെ നമ്മൾ W എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സേ 0.8, 0.08, -0.1 ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ ഇവിടെ ഒരു വെയിറ്റ് ഫാക്ടറായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നെറ്റ് സിഗ്നൽ ഈ നോഡിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് വെയിറ്റ് ഫാക്ടർ ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഫോർവേഡ് സ്റ്റേജിലേക്ക് പോകുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, വി വിൽ സീ ലേറ്റർ. So neurons in one layer are connected to neurons in the subsequent layers through connections. Each connection has an associated weight. ഓരോ കണക്ഷനും ഒരു വെയിറ്റ് ഫാക്ടർ ഉണ്ടായിരിക്കും, which determines the strength of the connection. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഈ W എന്ന് പറയുന്ന ഫാക്ടർ. സോ W1 എന്ന് പറയുന്ന 0.8 ആണെങ്കിൽ whatever the signals received in this node is multiplied by 0.8 and will be available to this node.
ഓക്കെ, സോ അതിനെയാണ് നമ്മൾ വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. Activation neurons typically apply an activation function to their weighted inputs to introduce non-linearity into the networks. Activation functions help neural network models complex relationship between inputs and outputs. Common activation functions include sigmoid, ReLU, TANH, ഡിഫറെൻറ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നോഡിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻസ്. ദേ ആർ ട്രാൻസ്ഫർ ഫങ്ഷൻ ഓഫ് നോഡ്സ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് നോഡ്സ്, അതായത് ഒരു നോഡ്സിലേക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് രീതിയിലുള്ള ട്രാൻസ്ഫർമേഷനാണ് അത് ചെയ്യേണ്ടത്. ഇതൊരു നോഡാണ്. ഇൻപുട്ട് സിഗ്നൽ ഈസ് കമ്മിങ് ഹിയർ, ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് കമ്മിങ് ഹിയർ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഡിവൈഡ് ബൈ ഇൻപുട്ട് സിഗ്നൽ. എന്ത് തരം ട്രാൻസ്ഫർമേഷനാണ് ഈ ഇൻപുട്ട് സിഗ്നൽസിനെ ഔട്ട്പുട്ട് സിഗ്നലിലേക്ക് കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾക്ക് ഏതൊക്കെ ഇൻപുട്ട് സിഗ്നൽസിനെയാണ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ നോഡ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. സോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നമ്മൾ സിലബസിലുള്ള കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ, ഏത് ആക്ടിവേഷൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യുന്ന പാരാമീറ്റർ സെലക്ഷൻ ഉണ്ടായിരിക്കണം. സോ അതിലെ പോപ്പുലർ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് സിഗ്മോയിഡ്, ReLU ആൻഡ് TANH, ലീക്കി ReLU, സോഫ്റ്റ് മാക്സ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. എനിവേ ലെറ്റ്സ് സീ ബൈ സിമ്പിൾ ഡെഫിനിഷൻസ്. ഓക്കെ, സോ ഡീപ്പ് ലേണിംഗിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ നിന്ന് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻസ് ന്യൂറോൺസിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് കിട്ടിയ ഒരു സ്ട്രക്ചറാണ്. അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഒരു സിമ്പിൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സെൽസ്, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ഡെൻഡ്രൈറ്റ്സ് ഉണ്ടായിരിക്കും, ദെൻ ആക്സോൺസ് ഉണ്ട്, സിനോപ്സ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ബയോളജിക്കൽ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? It's a branch like structure to receive signals from one neurons or from other neurons. ഈ ന്യൂറോൺസും ഇതുപോലെ വേറൊരു ന്യൂറോൺസിനായിരിക്കും അതിന് ഡെൻഡ്രൈറ്റ്സ് ഇവിടെ കണക്റ്റഡ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി അല്ലെങ്കിൽ സിഗ്നൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് വഴിയായിരിക്കും. സോ ദിസ് ആർ ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ ടു റിസീവ് സിഗ്നൽസ് ഫ്രം ദ അതർ ന്യൂറോൺസ്. അതിനാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സെൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് അവർ നോഡ്. ദെൻ ആക്സോൺസ്. ആക്സോൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലോങ് സ്ട്രക്ചറിനെ പറയുന്നതാണ്, ലോങ് പ്രൊജക്ഷൻസാണ് നമ്മൾ ആക്സോൺസ് എന്ന് പറയുന്നത്. ദെൻ ഒരു സെൽ ബോഡിയിൽ നിന്ന് മറ്റൊരു സെൽ ബോഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ് ഈ ആക്സോൺ എന്ന് പറയുന്നത്. ദിസ് ലിങ്ക് ക്യാരീസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സിഗ്നൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽസിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ആക്സോണിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ പിന്നെ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന സിനാപ്സ് ഉണ്ട്. സിനാപ്സ് എന്ന് പറയുന്നത് ജംഗ്ഷനാണ്. ഇറ്റ്സ് ജംഗ്ഷൻ ബിറ്റ്വീൻ ആക്സോൺ ടെർമിനൽസ് ഓഫ് വൺ ന്യൂറോൺ ടു ദ അതർ സെൽ ബോഡി. വേറൊരു സെൽ ബോഡിയിലേക്ക് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്കുള്ള കണക്ഷൻ്റെ ജംഗ്ഷനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് അവർ ANN or CNN. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ വിൽ ബി അവർ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഡിഫറെൻറ്റ് ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഹിയർ ഈസ് അവർ ഇൻപുട്ട് ലേയേഴ്സ്. So we have a number of nodes in our input layer. We can represent the input 1, input 2, input 3, etc. input n. എത്ര ഇൻപുട്സ് ഉണ്ട് നമ്മളുടെ ANN അല്ലെങ്കിൽ CNN നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. So for time being, consider we have 3 input nodes in the input layer. So input 1, input 2, input 3. 3 ഇൻപുട്ട് അവിടെ വന്നു. ദെൻ നമ്മളുടെ നോഡിനെ, ന്യൂറോൺസിൻ്റെ നമ്മൾ X1, X2, X3, XN അതിനെ നമ്മൾ സിഗ്നൽസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ X1 ഈസ് ആക്ച്വലി ഇൻപുട്ട് 1, X2 ഈസ് ഇൻപുട്ട് 2, XN ഈസ് ഇൻപുട്ട് N. ഇത് N ആണെന്ന് വിചാരിക്കാം. സോ ആ ഡിസ്കഷനിൽ നമ്മൾ പ്രീവിയസ് സ്ട്രക്ചർ ഡിഫറെൻറ്റ് പാർട്സിൽ പറഞ്ഞിരുന്നു. സോ ഇൻപുട്ട് നോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ നോഡ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വെയിറ്റ് ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇൻപുട്ട് 1നെ ന്യൂറോൺസിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ഫാക്ടറാണ് W1 എന്ന് പറയുന്നത്. X1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം,
അതാണ് ഇവിടുത്തെ W1 factor. Input to before getting into the neuron or node, what is the factor to be multiplied? That is W2 etc. അപ്പോൾ ഓരോ നോഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ന്യൂറോൺ അല്ലെങ്കിൽ ബേസിക് നോഡിലേക്കുള്ള കണക്ഷനിൽ ഓരോ വെയിറ്റ് ഫാക്ടർ ഉണ്ടായിരിക്കും. അത് 0 ആകാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിഗ്നൽസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ന്യൂറോൺസിലേക്ക് വരും. ദെൻ ദിസ് ന്യൂറോൺ വിൽ സം അപ്പ് ഓൾ ദീസ് ഇൻപുട്സ്. ഈ എല്ലാ ഇൻപുട്സിനെ മൾട്ടിപ്ലൈ ചെയ്ത നെറ്റ് സം ആയിരിക്കും നമ്മളുടെ ന്യൂറോൺസിലേക്ക് വരിക. ഓക്കെ, സോ ഈ ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ ഈ നോഡ് സ്ട്രക്ചർ, ഈ പാർട്ട് ദാറ്റ് ഈസ് സെയിം ലൈക്ക് അവർ നോഡ് സെൽ ന്യൂക്ലിയസ് ഇൻ ദ ബയോളജിക്കൽ ന്യൂറോൺ. ഇറ്റ് വിൽ സം അപ്പ് ഓൾ ദോസ് ഇൻപുട്സ് to this basic node. Okay, so after summing up we have an output function y. Then ആ y ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. എന്ത് ഈ ടൈപ്പ് ഇവിടെ വരുന്ന ഈ സം സിഗ്നൽസിനെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനാണ് നമ്മളവിടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇൻപുട്ട് സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു ബേസിക് നോഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഒരു ബേസിക് പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. Okay, so this is how a artificial neural networks looks like. ആദ്യം പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രീവിയസ് ഡയഗ്രത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ, പക്ഷേ ഇതേ രീതിയിൽ സ്ട്രക്ചർ വരയ്ക്കില്ല. ബട്ട് ഇൻസ്റ്റഡ് വി വിൽ ബി ഡ്രോയിങ് ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. സോ ഇൻപുട്ട് ലെയർ, ഇൻപുട്ട് ഓർ നോഡ് 1, then node 2, etc., node 3, etc., node n or node 4. Okay, so ഇത് 4 layers, 4 inputs ഉള്ള ഒരു ANN സ്ട്രക്ചറാണ്. ദെൻ ഹിഡൻ ലെയർ. ഓക്കെ, സോ ഇവിടെ 4 layers ഉണ്ട്. അതിനേക്കാൾ സം നമ്പർ ഓഫ് ലേയേഴ്സ്, എണ്ണം കുറഞ്ഞ ഒരു ഹിഡൻ ലേയേഴ്സ് നമുക്ക് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ദെൻ ഓൾ ദോസ് ലേയേഴ്സ് ആർ കണക്റ്റഡ്. സി ഫസ്റ്റ് ഇൻപുട്ട് ടു ദ first node of the hidden layer is connected, first to second hidden, first to third hidden point, second to first, second to second, second to third, third to first, third to second, third to last, then last node in the input to the first, to the second, to the last. ഓക്കെ, സോ ഈ രീതിയിൽ എല്ലാ നോഡ്സും തമ്മിൽ എന്തായിരിക്കും, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. സോ ഇൻപുട്ട് ലെയർ ആൻഡ് ഹിഡൻ ലെയർ, ദ ടൈം ബീങ് വി ആർ ഹാവിംഗ് ഓൺലി ദ വൺ ലെയർ. സോ ഫസ്റ്റ് ഹിഡൻ ലെയർ, എല്ലാ നോഡ്സും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. Then the output layer, just for the simplicity consider we have only one output layer or one output node. സോ ഔട്ട്പുട്ട് ലെയറിൽ ഒറ്റ ഔട്ട്പുട്ട് നോഡേ ഉള്ളൂ. ദാറ്റ് ഔട്ട്പുട്ട് നോഡ് എല്ലാ ഹിഡൻ ലെയേഴ്സും, പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ഹിഡൻ ലെയേഴ്സിലെ നോഡ്സ് ആയിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഈ ഓരോ പോയിന്റിലും നമുക്ക് ഓരോ വെയിറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. W11, W12, W13, W21, W22, W23 and so on. So ഓക്കെ, സോ ഈ രീതിയിൽ ഇത് W23, ഇങ്ങനെ W43, W42, W41, ഇങ്ങനെ ഓരോ ട്രാൻസ്മിഷൻ ഈ കണക്ഷൻസിന് നമുക്കൊരു വെയിങ് ഫാക്ടറും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ANN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ്, അത് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും CNN മനസ്സിലാകണമെങ്കിൽ ഇതൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. സോ ANN എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഇൻസ്പയർഡ് ബൈ ദ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്സ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ആനിമൽ ബ്രെയിൻസ് ഓർ ഹ്യൂമൻ ബ്രെയിൻസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ an ANN is based on a collection of connected units or nodes called artificial neurons, ഡിസ്കസ് ചെയ്തതാണ്, which loosely model the neurons in biological brain. Signal at a connection is a real number and the output of each neuron is computed by some nonlinear functions of the sum of its inputs. എല്ലാ ഇൻപുട്സിൻ്റെയും സം എടുത്തിട്ട് അതിനെ ഒരു നോൺ ലീനിയർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ ഔട്ട്പുട്ടിൽ വരിക. ഒക്കെ പ്രീവിയസ് സ്ലൈഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ന്യൂറോൺസ് ആൻഡ് എഡ്ജസ് typically have a weight that adjusts the learning proceeds. As the learning proceeds, the weight increases or decreases the strength of the signal at a connection. So നമ്മൾ
ആദ്യം പറഞ്ഞപ്പോൾ ഇവിടുന്ന് 1 നിന്ന് ഹിഡൻ ലെയറിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കണക്ഷൻ്റെ വെയിറ്റ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ സിസ്റ്റം ലേൺ ചെയ്യുമ്പോൾ ഈ പാരാമീറ്റർ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് സെൽഫ് വിൽ അഡ്ജസ്റ്റ്. നമ്മളുടെ പ്രോഗ്രാം അനുസരിച്ച് ഈ വെയിങ് ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ആപ്ലിക്കേഷനായിട്ട് ഈ വാല്യൂസ് ഈ നെറ്റ്വർക്കിനെ കോൺഫിഗർ ചെയ്യുന്നത് ആക്ച്വലി ഈ വെയിങ് ഫാക്ടറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും. Okay, so we have the input layers, hidden layers, and the output layers. Output layers we have a number of nodes. Hidden layers we have a number of nodes, and input layers we have a number of nodes. So input signals ഈ forward directionലേക്ക് travel ചെയ്യും, error signals നമ്മൾ backward directionലേക്ക് travel ചെയ്യും. ഈ ട്രാവലില് ഓരോ പ്രാവശ്യവും ഈ W വാല്യൂസ് അതിൻ്റെ വെയിങ് ഫാക്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫോർവേഡ് സിഗ്നൽസിൽ ഫീഡ് ഫോർവേഡ് സ്ട്രക്ചറിൽ ആ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ ഒരു എറർ ഉണ്ടായിരിക്കും. ആ എറർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവേഴ്സ് ട്രാവേഴ്സലിൽ വെയിങ് ഫാക്ടേഴ്സ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യും. അഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻസിൽ അഗെയിൻ W1 അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ അതിൽ ഒരു എറർ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ആ എറർ വാല്യൂവിൻ്റെ സ്ട്രെങ്ത് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് ഈ വെയിങ് വാല്യൂസിന് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഈ രീതിയിൽ ഈ അഡ്ജസ്റ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വൺസ് ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ഓഫ് ഡബ്ല്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ മോഡലിന് പെർഫെക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ വെയിങ് വാല്യൂസ്. അതിനുശേഷം ട്രെയിനിങ് ഓവറായി ദെൻ നമുക്ക് ടെസ്റ്റിംഗ് ഫേസ് ഉണ്ടായിരിക്കും. ടെസ്റ്റിംഗ് ഫേസിൽ നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂസ് എന്തായിരിക്കും എന്ന് ആ സിസ്റ്റം കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് നമുക്ക് തരും. അതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. Okay, so an AMN is the basic unit of the neural networks. Neural network has input, output, and hidden layers. ആദ്യം പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ്. Calculates the weighted sum of its inputs and then applies an activation function to the normalize the sum. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ഇൻപുട്സിൻ്റെയും സം എടുത്തിട്ട് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ക്യാൻ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരുന്ന ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ. അത് എന്ത് ടൈപ്പ് ട്രാൻസ്ഫർമേഷനാണ് നോഡിന്റെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ചെയ്യുന്നത്. അത് ലീനിയർ ആകാം, നോൺ ലീനിയർ ആകാം. വെയ്റ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കണക്ഷൻ. ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എ ന്യൂറോൺ. എറർ ഈസ് കമ്പ്യൂട്ടഡ് ആൻഡ് യൂസിംഗ് ദ ചെയിൻ റൂൾ ദ അപ്ഡേറ്റഡ് വെയ്റ്റ്സ് ആർ കാൽക്കുലേറ്റഡ്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് നമ്മൾ മാത്സിൽ കാൽക്കുലസിൽ പഠിച്ചിരിക്കുന്ന ചെയിൻ റൂളാണ്. ഡിഫറൻഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെയ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡീസിൽ നമ്മുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ അവിടെ ഈ W വാല്യൂസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വി എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വൈ. ഈ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഈ ചെയിൻ റൂൾ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ട്രാൻസ്ഫർമേഷൻ വെയ്റ്റിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ആക്ടിവേഷൻ ഫങ്ഷൻസ്. സോ ഡിഫറെൻറ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ എന്താണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ആക്ടിവേഷൻ ഫങ്ഷൻസ് ഡിസൈഡ് ടു ആക്ടിവേറ്റ് ഓർ ഡീആക്ടിവേറ്റ് ന്യൂറോൺസ് ടു ഗെറ്റ് ദ ഡിസൈഡ് ഔട്ട്പുട്ട്. സോ നമ്മളുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, ഇവിടുന്ന് ഒരു ഇൻപുട്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഔട്ട്പുട്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഇൻപുട്ട് ലെയേഴ്സിൽ നിന്ന് ഹിഡൻ ലെയറിലേക്ക് ഒരു കണക്റ്റഡ് ലിങ്ക് ഉണ്ടായിരിക്കും, അതിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ലിങ്ക്സിൻ്റെയും സിഗ്നൽസിൻ്റെ സമ്മാണ് ഇവിടെ വരിക. ഈ സമ്മിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ്. സോ ഈ സമ്മിനെ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിഗ്നലിനെ ട്രാൻസ്ഫോം ചെയ്യണോ വേണ്ടയോ, ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ എത്രമാത്രം ഇൻപുട്ട് സിഗ്നൽസിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. സോ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് വിൽ ട്രാൻസ്ഫോം ദ നെറ്റ് ഇൻപുട്ട് സിഗ്നൽ റിസീവ്ഡ് അറ്റ് എ നോഡ് ടു ദ നെക്സ്റ്റ് ഔട്ട്പുട്ട് ലെയർ ഓർ നെക്സ്റ്റ് ലെയർ. ഫോർവേഡ് ഡയറക്ഷനിലുള്ള ഒരു ലെയറിലേക്ക് എത്ര സ്ട്രെങ്ത് സിഗ്നൽസിനെയാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. Okay, so they introduce non-linearities into the networks. Non-linearity introduce ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. So enabling it to learn and approximate complex relationship between the inputs and outputs. നമ്മളുടെ നോഡിലേക്ക് വരുന്ന നെറ്റ് ഇൻപുട്ട് സിഗ്നൽസും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
സോ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫങ്ഷൻസ് ആണ്. ഒന്ന് സ്റ്റെപ്പ് ആക്ടിവേഷൻ ഫങ്ഷൻസ്, രണ്ടാമത്തത് സിഗ്മോയിഡ് ഓർ ലോജിസ്റ്റിക് ആക്ടിവേഷൻ ഫങ്ഷൻ, മൂന്നാമത്തത് ടാനച്ച് ഓർ ഹൈപ്പർബോളിക് ആക്ടിവേഷൻ ഫങ്ഷൻ, റെലു റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ആക്ടിവേഷൻ ഫങ്ഷൻ ആൻഡ് ലീക്കി റെലു. ദെൻ വീണ്ടും നമുക്ക് സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫങ്ഷൻ ഉണ്ട്. സോ ഡിഫറെൻറ്റ് ഒരു 5 to 10 ആക്ടിവേഷൻസ് ഫങ്ഷൻസ് ഉണ്ട്. കോമൺ ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്ന ആക്ടിവേഷൻസ് ഫങ്ഷൻസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ ഫങ്ഷൻ ആണ്. അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതർവൈസ് 0, എക്സ് ലെസ് ദാൻ 0 ആണ്. അതായത് ഒരു നോഡിലേക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നൽ നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പോസിറ്റീവ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 0 ആയിരിക്കും. സോ 1 പോസിറ്റീവ്, ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1ൽ ലിമിറ്റ് ചെയ്യും. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് ഈ നോഡിലേക്ക് വരുന്ന ഇൻപുട്ട് നെഗറ്റീവ് സിഗ്നൽ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ആണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് കടത്തിവിടുന്നത് 0 ആയിരിക്കും. ഒരു പോസിറ്റീവ് സിഗ്നൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലേക്ക് കടത്തിവിടുന്നത് 1 ആയിരിക്കും. ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പ് ഫങ്ഷൻ. സോ ദെൻ സെക്കൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സിഗ്മോയിഡ് ഓർ ലോജിസ്റ്റിക് ആണ്. ഇതിൻ്റെ ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലോട്ട് നമുക്ക് കിട്ടുന്നത് 1 ദെൻ 0 ഈ രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 1 ഇടയ്ക്കായിരിക്കും. ഔട്ട്പുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 1 ഇടയ്ക്കായിരിക്കും. ദെൻ എക്സ് ആക്സിൽ നമുക്ക് എക്സ് വാല്യൂസ് ഉണ്ട്. സോ നെഗറ്റീവ് വാല്യൂസിന് നെഗറ്റീവ്സ് കിട്ടും, പോസിറ്റീവ് വാല്യൂസിന് പോസിറ്റീവ്സ് കിട്ടും. ഈ സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഷാർപ്പ് ആയിരിക്കില്ല. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് അതിന് കൊണ്ടുവരാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോജിസ്റ്റിക് ഒരു സിഗ്മോയിഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ആക്ടിവേഷൻ ഫങ്ഷൻസ് അത്ര പോപ്പുലർ അല്ല. മീൻസ് നമ്മളെ CNN-ലോ AN-ലോ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തതാണ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വെയിറ്റ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ വാനിഷിങ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിലുണ്ട്. ആ വാനിഷിങ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം ഈ കേസിൽ ഉണ്ട്. അതുകൊണ്ട് ഇത് അത്ര പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഹിഡൻ ലെയറിലും ഇത് യൂസ് ചെയ്യാറില്ല. മേ ബി സം ഇൻപുട്ട് ലെയേഴ്സിൽ നമുക്ക് സിഗ്മോയിഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന ചില ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്സിൽ കാണാം, അല്ലെങ്കിൽ CNN നെറ്റ്വർക്സിൽ കാണാൻ പറ്റും. ബട്ട് ഹിഡൻ ലെയറിൽ പോപ്പുലറായിട്ട് ഇതത്ര യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവേഷൻ ഫങ്ഷൻ അല്ല നമ്മളുടെ സിഗ്മോയിഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഹൈപ്പർബോളിക് ഫങ്ഷനാണ്, അല്ലെങ്കിൽ ടാനച്ച് ഫങ്ഷനാണ്. സോ ടാനച്ച് ഫങ്ഷൻ്റെ ഫോർമുല ഫോർ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. ആക്ച്വലി ഇത് സിഗ്മോയിഡ് ട്രാൻസ്ഫർ ഫങ്ഷൻ പോലെ തന്നെയാണ്. ബട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് -1 to +1 ആയിരിക്കും. -1 to +1 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ ഔട്ട്പുട്ടിൽ വരിക. സോ ട്രാൻസ്ഫർ ഫങ്ഷൻസിൻ്റെ അപ്പിയറൻസ് രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇത് എക്സ് വാല്യൂ +1 to -1 ആയിരിക്കും. ഇവിടെ 0 to 1 ആയിരിക്കും, ഇവിടെ +1 to -1 ആയിരിക്കും. ബട്ട് ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്മോയിഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനേക്കാളും സിഗ്മോയിഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനേക്കാളും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഹൈപ്പർബോളിക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വാല്യൂസ് -1 to +1 ആയിരിക്കും. സോ ഇറ്റ്സ് ജസ്റ്റ് മോഡിഫൈഡ് സിഗ്മോയിഡ് ഫംഗ്ഷനാണ് നമ്മളുടെ ഹൈപ്പർബോളിക് ട്രാൻസ്ഫർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ റെല്യൂ ട്രാൻസ്ഫർ ഫങ്ഷൻസ്. റെല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ലീനിയർ
യൂണിറ്റ്. സോ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ്. സോ അതിനു മുമ്പ് നമുക്ക് വേറൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ബി ദ ഇൻപുട്ട് that will be just transformed as it is into the output. So positive input വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നെഗറ്റീവ്. ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് റെല്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് റെല്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ റെല്യൂ ആക്ടിവേഷൻ ഫംഗ്ഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതായത് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ 0, f of x is equal to 0 for x less than 0 and is equal to x for x greater than or equal to 0. x as it is 0.1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0.1, 0.5 ആണെങ്കിൽ ഔട്ട്പുട്ട് 0.5. ഈ രീതിയിൽ പോകുന്നതിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എഫ് ഓഫ് എക്സിനെ റെക്ടിഫൈഡ് ലീനിയർ റെല്യൂ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ രീതിയിലും പറയാറുണ്ട്. മാക്സ് ഓഫ് 0, എഫ് ഓഫ് എക്സ് 0, എക്സ്. 0യിലും എക്സിൽ ഏതാണോ കൂടുതൽ അതായിരിക്കും നമ്മളുടെ, അതായത് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 0 ഈസ് മോർ, 0 ഈസ് ദ ഹയസ്റ്റ്, സോ ഔട്ട്പുട്ട് ഈസ് 0. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ഈവൻ ഇഫ് ഇറ്റ് ഈസ് 0.001 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, സോ ഔട്ട്പുട്ട് ഈസ് 001. അതിനെ നമ്മൾ ഈ രീതിയിലും എഫ് ഓഫ് എക്സിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെയും എഴുതാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ. ദെൻ ലീക്കി റെല്യൂ ഫംഗ്ഷന് വാല്യൂ പോസിറ്റീവിന് 0ക്കുള്ള ട്രാൻസ്ഫോർമേഷനിൽ വളരെ പെട്ടെന്ന് 0യിൽ എങ്ങനെ ഡൈയിങ് റെല്യൂവിന് ഡൈയിങ് പ്രോബ്ലം അല്ലെങ്കിൽ സ്ലോ ഡൈയിങ് റെല്യൂ പ്രോബ്ലം എന്നാണ് ആ ഇഷ്യൂവിനെ പറയുന്നത്. ഡൈയിങ് റെല്യൂ പ്രോബ്ലം, അതായത് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് -0.5 ആണെങ്കിൽ അത് 0യിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് റെല്യൂ ഫംഗ്ഷൻ കൊടുക്കുക. ആ ഡൈയിങ് റെല്യൂ ഇഷ്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ലീക്കി റെല്യൂ കൊണ്ടുവന്നിരിക്കുന്നത്. ലീക്കി റെല്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മാക്സ് ഓഫ് എ ഇൻറ്റു എക്സ് എക്സ് ആണ്. എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ടുള്ള 0.01 0.001 ആയിട്ടുള്ള ഒരു ചെറിയ നമ്പർ ആയിരിക്കും എ എന്ന് പറയുന്നത്. സോ ഈ ലീക്കി റെല്യൂവിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് വളരെ ക്ലോസ് ടു 0 ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂസിന് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് വാല്യൂസ് ഔട്ട്പുട്ടിലേക്ക് വരും. പിന്നെ ആ എയുടെ വാല്യൂ ചെറുതായതുകൊണ്ട് ഈ വാല്യൂസ് ക്ലോസ് ടു 0യിലേക്ക് പോകും. ഓക്കെ, സോ അതിനാണ് നമ്മൾ ലീക്കി റെല്യൂ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഈ പേരും അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കണം. ദെൻ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഒരു ആൻഡ് ഗേറ്റ് ANN ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യണം. ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 1 ആണെങ്കിൽ, സോ നമുക്കറിയാം y is equal to x1 dot x2 ആണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ 0.1 0 1.0 0 1.11. സോ ഈ ഒരു മോഡലിൽ നമ്മൾ TTLലും ഡിഫറെൻറ്റ് ഫാമിലീസിലും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ആൻഡ് ഗേറ്റിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ എന്താണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്? അതിൽ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ഇൻപുട്ട് നോഡ്സ് ഉണ്ടായിരിക്കും. സോ നമുക്കിവിടെ ഇൻപുട്ട് ലെയർ ഉണ്ട്, ദെൻ നമ്മളുടെ നോഡുണ്ട്. ആ നോഡ് വിൽ അക്സെപ്റ്റ് the sum or perform the summation of all those inputs to the signal. Then നോഡിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ആൻഡ് ഫൈനലി വി വിൽ റിസീവ് അവർ ഔട്ട്പുട്ട് സിഗ്നൽ. സോ ഹിയർ ഈസ് അവർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ലെയർ, നോഡ്, ഇൻപുട്ട് ലെയർ. സോ ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നോഡിലേക്ക് വരുമ്പോൾ നോഡിലേക്ക് നമ്മൾ 3 ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇൻപുട്ട് നമ്പർ 1 2 3 ഇതാണ് നമ്മളുടെ സമ്മേഷൻ ഓപ്പറേഷൻ. സോ ഇതാണ് നമ്മളുടെ 1 എന്ന് പറയുന്ന ഒരു ബയാസ്, ഇതിനെ നമ്മൾ ബയാസ് എന്ന് പറയും. വീണ്ടും നേരിട്ട് കാണാം. ദെൻ വി ഹാവ് അവർ ഇൻപുട്ട് നോഡ് x1, ദെൻ വി ഹാവ് അവർ ഇൻപുട്ട് നോഡ് x2. Okay, then weight factor W0, W1, W2.
ഓക്കെ, സോ ഇതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്തു. ദെൻ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ ഫൈനലി വി ഹാവ് അവർ ഔട്ട്പുട്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷനിൽ സേ W0 - 3 ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. W1 = 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. W2 = 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ബയാസ് ഇൻപുട്ട് ഇത് എപ്പോഴും 1 ആയിരിക്കും. ദെൻ X1 എന്ന് പറയുന്നത് നമ്മളുടെ ഡിഫറെൻറ്റ് ഇൻപുട്ടിനനുസരിച്ച് അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. X2 എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട്സ് ഏത് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ X2 വാല്യൂ. ദെൻ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഫോർ ഇൻപുട്ട് നമ്മളുടെ 0 എന്ന് പറയുന്ന ഈ കോമ്പിനേഷനിൽ നമ്മളുടെ ഈ നെറ്റ്വർക്ക് 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഈ സ്പെഷ്യൽ ഈ അല്ലെങ്കിൽ ഒന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ -3 × 1 + 2 × 0 + 2 × 0 ആണ് നമ്മളെ ഈ നോഡിലേക്ക് വരുന്ന നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് -3 + 0 + 0 വിച്ച് ഈസ് ഈക്വൽ ടു -3. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. സോ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0, പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ്. നെഗറ്റീവ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0. സോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെപ്പാണ്. സോ ആദ്യത്തെ കേസിൽ -3 × 0 + 2 × 0 + 2 × 0 -3 + 0 + 0 which is equal to -3. സോ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ടായിട്ട് ഒന്നാമത്തെ കേസിൽ കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് -3 ആണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് -3 ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾക്ക് ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഒന്നാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ് ആസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ദെൻ അടുത്ത കോമ്പിനേഷനായ 0 1 X1 = 0 X2 = 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ കേസ് 2ലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് -3 × 1 + 2 × 1 + 2 × 0 + 2 × 1 which is equal to -3 + 0 + 2 which is equal to -1. സോ നെറ്റ് ഇൻപുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് -1 ആണ്. എഗെയിൻ -1 ഇൻപുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ആസ് എക്സ്പെക്റ്റഡ് നമ്മൾക്ക് 0 തന്നെ അവിടെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, സോ കേസ് 2 അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ടും അവിടെ വർക്ക് ചെയ്തു. ദെൻ മൂന്നാമത്തെ കോമ്പിനേഷൻ 1 0 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഓഫ് ദി നോഡ് എന്ന് പറയുന്നത് -3 × 1 + 2 × 1 + 2 × 0 which is equal to again -1. -1ലേക്ക് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടി. ഓക്കെ, സോ മൂന്നാമത്തെ കേസും ആസ് എക്സ്പെക്റ്റഡ് ഇറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ കേസ് 4ലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് -3 × 1 + 2 × 2 + 2 × 2 which is equal, 2 × 1 + 2 × 1 which is equal to -3 + 2 + 2 which is equal to 4 - 3 which is equal to +1. സോ +1 ഇൻപുട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മളുടെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും ആ കേസിൽ 1 ആയിട്ട് തന്നെ വന്നു. സോ ഇതാണ് ഒരു സിംപ്ലിഫൈഡ് സ്ട്രക്ചർ, ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാമെന്നതിൻ്റെ ഒരു ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതുപോലെ നമ്മൾക്ക് ആൻഡ് ഗേറ്റിന് പകരം നാൻഡ് ഗേറ്റ് ആകണം. നമുക്കറിയാം ആൻഡ് ടു നാൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ നമ്മൾ കറസ്പോണ്ടിങ് ഡിസൈനിൽ വെയിറ്റ് ഫാക്ടേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് നമ്മൾ കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഈ രീതിയിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാൻഡ് ഗേറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 1 കിട്ടണം, ഇവിടെ 1 കിട്ടണം, ഇവിടെ 1 കിട്ടണം, ഇവിടെ 0 കിട്ടണം. ഇതാണ് നമ്മളുടെ നാൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ W0 -3 എന്നുള്ളത് +3 ആയി, W1 2 എന്നുള്ളത് -2 ആയി, W2 2 എന്നുള്ളത് -2 ആയി. ഈ കോമ്പിനേഷൻ കൊടുത്തിട്ട് സെയിം സ്ട്രക്ചർ നമ്മൾ അനലൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. സെയിം സ്റ്റെപ്പ് ഫംഗ്ഷൻ ട്രാൻസ്ഫർ ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്ത് നമ്മൾക്ക് അവിടെ നാൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ANN. ഇതൊരു സിംപ്ലിഫൈഡ്, ഇതൊന്നും പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നതല്ല. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ.
ദെൻ കമ്മിങ് ടു ദ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നാണ്. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ എന്ന് പറയുന്ന മേഡപ്പ് ഓഫ് ന്യൂറോൺസ് വിത്ത് ലേണബിൾ വെയ്റ്റ്സ് ആൻഡ് ബയാസസ്. നമ്മൾ ആദ്യം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ കണ്ടതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സും ഡിഫറെൻറ്റ് നോട്ട്സും എല്ലാം ഉള്ള ഒരു കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ ഇറ്റ്സ് സെയിം ലൈക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഒരു പോലെ തന്നെയാണ് നമ്മളുടെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഈച്ച് ന്യൂറോൺ റിസീവ് സെവറൽ ഇൻപുട്സ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഉള്ളതുപോലെ എല്ലാ ന്യൂറോൺസും എല്ലാ നോഡ്സിനും ഡിഫറെൻറ്റ് ഇൻപുട്സ് ഉണ്ടായിരിക്കും. ടേക്സ് എ വെയ്റ്റഡ് സം ഓവർ ദം. എല്ലാ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഇൻപുട്സിൻ്റെയും സം എടുക്കും. പാസ് ഇറ്റ് ത്രൂ ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അവിടെ ഉള്ളതുപോലെ ഇവിടെയും നമുക്കൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ആക്ടിവേഷൻ ഫംഗ്ഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നലും പ്രൊഡ്യൂസ് ചെയ്യും. ദ ഹോൾ നെറ്റ്വർക്ക് ഹാസ് എ ലോസ് ഫംഗ്ഷൻ. സോ എന്താണ് ലോസ് ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. സോ ഓരോ കൺവല്യൂഷണൽ നെറ്റ്വർക്സിനും ഒരു ലോസ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ലോസ് ഫംഗ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ആ ലോസ് ഫംഗ്ഷൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ബൈനറി വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. Okay, so let's see. So convolutional networks is a specific kind of neural networks with a multiple layers. It processes the data has a that has a grid-like arrangement and then extracts important features. So നമ്മളുടെ ഇൻപുട്ടിൽ നിന്ന് അതിൻ്റെ പ്രത്യേകതകളെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ANL പഠിച്ചതുപോലെ ഇൻപുട്ട് ലെയർ ഉണ്ട്, നമ്പർ ഓഫ് ഹിഡൻ ലേയേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ ഔട്ട്പുട്ട് ലേയേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് ദെൻ ഒരു അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ANN ആൻഡ് CNN ഡിഫറൻസസ് ഉണ്ട്. അതിൽ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൽ സബ്സിക്വൻറ്റ് ലേയേഴ്സ് തമ്മിലുള്ള നോഡ്സ് എല്ലാം ഓൾ നോഡ്സ് ആർ കണക്റ്റഡ്. എല്ലാ നോട്ട്സും കണക്റ്റഡ് ആയിരിക്കും. ഒരെണ്ണം പോലും കണക്ഷൻ ഇല്ലാതെ നമുക്ക് വിടാൻ പറ്റില്ല. ബട്ട് കൺവല്യൂഷണൽ നെറ്റ്വർക്ക്സ് ഫ്യൂ നോട്ട്സ് ആർ കണക്റ്റഡ്, അല്ലെങ്കിൽ നോട്ട് ഓൾ നോട്ട്സ് ആർ കണക്റ്റഡ്. സോ നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഏതൊക്കെ നോട്ട്സ് കണക്ട് ചെയ്യണം, ഏതൊക്കെ നോട്ട്സ് കണക്ട് ചെയ്യേണ്ട എന്ന് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കാൻ പറ്റും. അതാണ് നമ്മളുടെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി മെഷീൻ ലേണിംഗിലെ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് നമ്മളുടെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഇമേജ് ഉണ്ട്. അതൊരു ഇമേജിൻ്റെ പിക്സൽ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിജിറ്റൽ സ്റ്റോറേജിൽ നമ്മൾ അതിൻ്റെ പിക്സൽ വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഇമേജിനും 3 ചാനൽസ് ഉണ്ടായിരിക്കും. റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ ആൻഡ് ബ്ലൂ ചാനൽ. 3 സിഗ്നൽസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ പിന്നീട് ലേറ്റർ സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ എന്താണ് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്? ഈ ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3 മാട്രിക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഓരോ മാട്രിക്സിനും അതിൻ്റെ പിക്സൽ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഓരോ പിക്സൽ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റോസ് എന്ന് വിചാരിക്കുക. ഓരോ റോസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ നോട്ട്സ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഓരോ ഇൻപുട്ട് ലെയേഴ്സ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ നമ്മളുടെ ആപ്ലിക്കേഷൻ കേസ് അനുസരിച്ച് ഈ നോഡ്സും അതിൻ്റെ ഇൻ്റർ കണക്ഷൻസും അതിൻ്റെ വെയിറ്റും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിസൈൻ ചെയ്ത വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇൻപുട്ട് സിഗ്നൽസിനെ, ആ ഇൻപുട്ട് ഇമേജിനെ നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് പ്രോസസ്സ് ചെയ്യും. ദെൻ അതിനുശേഷം അവിടെ ഒരു ഔട്ട്പുട്ട് ലെയർ കിട്ടും. ഈ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് ഈ വന്നിരിക്കുന്ന ഇമേജ് ഡോഗ് ആണോ, ബേർഡ് ആണോ, ക്യാറ്റ് ആണോ എന്ന് നമുക്കിവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ വാല്യൂ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇവിടെ ഔട്ട്പുട്ട് ലെയറിൽ നിന്നുള്ള ഈ വാല്യൂസിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ചായിരിക്കും. ദെൻ ഫൈനലി ഈ കേസിൽ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ഈ കേസിൽ ഈ കൊടുത്തിരിക്കുന്ന ഇമേജ് ബേർഡ് ഇമേജ് ആണ് എന്നൊരു ഡിസിഷൻ നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എടുക്കും. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഡോഗ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോഗ് ഇമേജിൻ്റെ പിക്സൽ വാല്യൂസ് എല്ലാം ഇൻപുട്ട് ലെയേഴ്സിൽ കയറി വരും. നമ്മളുടെ വെയിറ്റ് ഫാക്ടേഴ്സിനും അതിൻ്റെ ഡിസൈൻ പാരാമീറ്റർ എല്ലാം ഉപയോഗിച്ച് ഈ ഇമേജിനെ ഇവിടെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കോമ്പിനേഷൻസ് അനുസരിച്ച് ആ ഇമേജ് ഡോഗ് ആണ് എന്ന് നമ്മൾ കൺവല്യൂഷൻ നെറ്റ്വർക്ക് പ്രൊഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഒരു CNN നെറ്റ്വർക്സിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ലേയേഴ്സ് ഇൻ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് CNN ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ലേയേഴ്സ്. സോ നമ്മൾ ഇത്
ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആദ്യം അവിടെ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ ബേസിക് ആയിട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് ലെയേഴ്സ്, ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സ്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഹാസ് മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ആൻ ഇമേജ്. ഇമേജിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് നമ്മളുടെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം എന്തൊക്കെയാണ്. സോ മെയിൻലി നമുക്ക് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ 4 ലെയേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ലെയറിന് കൺവല്യൂഷൻ ലെയർ, രണ്ടാമത്തെ ലെയറിന് റെലു ലെയർ, മൂന്നാമത്തെ ലെയറിന് പൂളിംഗ് ലെയർ, നാലാമത്തെ ലെയറിന് ഫുള്ളി കണക്റ്റഡ് ലെയർ എന്ന് പറയും. ഇത് 4 ലെയേഴ്സ് ആണ് നമ്മളുടെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഉള്ളത്. സോ എങ്ങനെയാണ്, ഹൗ ഡസ് CNN വർക്ക്സ്? സോ ഇത് നമ്മൾ ഒരു ആൽഫബറ്റ് എക്സ് ഉണ്ട്, ദെൻ ഇമേജ്, അതിന് കറസ്പോണ്ടിങ് ആയ ഇമേജ്, ദെൻ സീറോ ഉണ്ട്. സീറോയെ നമ്മൾ എങ്ങനെയാണ് പിക്സൽ വൈസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഇമേജിന് ഡിഫറെന്റ് പിക്സൽ കോൺഫിഗറേഷൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ് ഇരിക്കുന്നത് ഈ രീതിയിലാകാം. ഒരാൾ ഫോട്ടോ എടുത്തപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഇമേജ് കിട്ടിയത്. വേറൊരാൾ എടുത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റോറേജിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് എക്സിന് ഉണ്ടാവുക. സോ ഈ എക്സിന്റെ പൊസിഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ എനിവേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോമ്പിനേഷൻസ്, ഈ പിക്സൽ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഇത് എക്സ് ആണ്, ഏത് ഷേപ്പിൽ വന്നാലും ഇത് എക്സ് ആണ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സീറോ അല്ലെങ്കിൽ ഓ വട്ടവർ, അതിന് കറസ്പോണ്ടിങ് ആയ ഒരു കോമ്പിനേഷൻസ് നമുക്ക് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഈ രീതിയിൽ വരാം, ഈ രീതിയിൽ വരാം, ഈ രീതിയിൽ വരാം, ലോട്ട് മോർ ഡിഫറെന്റ് കോമ്പിനേഷൻസിലെ ഇമേജിന്റെ സ്റ്റോറേജ് ചെയ്യുമ്പോൾ അതിന്റെ പിക്സൽ കോമ്പിനേഷൻസ് ഈ രീതിയിലൊക്കെ ആയിരിക്കും വരിക. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് ഓരോ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയ ഇമേജസ് ഇതുപോലെ ഡിഫറെന്റ് സ്ട്രക്ചറിൽ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ 8 എന്ന് പറയുന്ന ഇമേജിനെ, 8 എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ ഇമേജ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇമേജ് റെപ്രസെന്റേഷനിൽ വരുമ്പോൾ 8 ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല. ഒബ്ജക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള ഭാഗത്ത് നമുക്ക് 0 എന്ന് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാം ഫോർ സിംപ്ലിസിറ്റി. ഒബ്ജക്റ്റ് സംതിങ് ഉണ്ട്, മോർ ദാൻ 50% ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ 1 എന്ന് മാർക്ക് ചെയ്യും. മോർ ദാൻ 50% ഒക്യുപ്പൈ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അവിടെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇമേജിന്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പാർട്ടിസിപ്പേഷൻ ആ സെല്ലില് ലെസ് ദാൻ 50% ആണെങ്കിൽ നമ്മൾ അവിടെ 0 എന്ന് മാർക്ക് ചെയ്യും. ജസ്റ്റ് ഫോർ സിംപ്ലിസിറ്റി ഈ 8 എന്ന് പറയുന്ന ഇമേജിനെ നമ്മൾ മാപ്പ് ചെയ്തപ്പോൾ അതിന്റെ പിക്സൽ വാല്യൂസ് മാപ്പിംഗിൽ നമുക്ക് ഈ രീതിയിലാണ് 8 എന്ന് റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ 8ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ 1 ഉണ്ട്. ആ 1 ഉപയോഗിച്ച് നമുക്ക് ഈ 8 ആണ് ഇവിടുത്തെ ഇമേജ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ 8ന് നമ്മൾ മാപ്പിംഗ് ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ സ്റ്റോറേജിൽ മാപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണെന്ന് വിചാരിക്കാം. ദെൻ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു. ഇത് ഒരു അറേഞ്ച്മെന്റ്സ് ആണ്, ഫസ്റ്റ് അറേഞ്ച്മെന്റ്, ഇത് സെക്കൻഡ് അറേഞ്ച്മെന്റ്സ്. സോ രണ്ടും ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ രീതി, ഇവിടെ ഇവിടെ ഓരോ സെൽ മാത്രമേ ഉള്ളൂ. ഇവിടെ സെക്കൻഡിലും തേർഡിലും 2 വന്നിട്ടുണ്ട്. ഇവിടെ ഈ റോയിൽ തന്നെ 2 വന്നിട്ടുണ്ട്. ഇവിടെ ഈ റോയിൽ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ എക്സിനെ ഡിഫറെന്റ് സ്ട്രക്ചറിൽ നമ്മൾ മാപ്പ് ചെയ്തപ്പോൾ 2 ഇമേജ് നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇമേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, രണ്ടാമത്തെ ഇമേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇമേജിൽ എടുത്തുന്ന ഒരു പർട്ടിക്കുലർ പാർട്ട് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള പോർഷൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ 4 സെൽ യൂണിറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1 -1 -1 1, 0യ്ക്ക് പകരം ഇവിടെ നമ്മൾ -1 മാപ്പ് ചെയ്തിരിക്കുന്നു, 1നെ 1 ആയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു. ഡിഫറെന്റ് മാപ്പിംഗ് പോസിബിൾ ആണ്. സോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. സോ ഈ 4 എണ്ണത്തിന്റെ ഈ കോമ്പിനേഷൻ നമുക്ക് രണ്ടാമത്തെ ഇമേജ് ആയ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഈ 2 ഇമേജിലുള്ളത്, രണ്ടും ഇമേജ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സിനെയാണ്, ബട്ട് 2 ഇമേജിലും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ്. ആ കോമ്പിനേഷൻസിലുള്ള സ്ട്രക്ചറിലെ ഇമേജിന്റെ പാർട്ട് എടുത്ത് നമ്മൾ അനലൈസ് നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർട്ട് ഒരേപോലെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കണ്ടോ, ഈ 4 എണ്ണം ഫസ്റ്റ് ഇമേജിലുണ്ട്, അതേ കോമ്പിനേഷൻ തന്നെ സെക്കൻഡ് ഇമേജിലുണ്ട്. ദെൻ ഇവിടെ വരുന്ന മിഡ് പോർഷനിൽ വരുന്ന ഈ 9 സെല്ലിന്റെ ഈ കോമ്പിനേഷൻസ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഇമേജിൽ നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഈ കോമ്പിനേഷൻസ്, ബോട്ടം പോർഷൻസ് വരുന്ന ഈ കോമ്പിനേഷൻ നമുക്ക് ഇവിടെയും അങ്ങനെ തന്നെ ഉണ്ട്. സോ ഈ പാർട്ട് ഓഫ് ദി ഇമേജ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോർഷൻ ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. ഈ പോർഷൻസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പോർഷൻസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്.
സോ ഇതിനെയാണ് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഒരേപോലെയാണ്. പർട്ടിക്കുലർ സെൽ വാല്യൂസ് എടുത്തല്ല കമ്പയർ ചെയ്യുന്നത്. ഒരു കോമ്പിനേഷൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഇമേജിലും ഒരേപോലെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇമേജസിനും ഒരേ അല്ലെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സെയിം ഫീച്ചേഴ്സ് ആയതുകൊണ്ട് ആ രണ്ട് ഇമേജും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് അല്ല, കുറേ ഇമേജസിൻ്റെ കുറേ ഫീച്ചേഴ്സ് സെയിം ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. സോ രണ്ട് ഇമേജും ഒരേപോലെയുള്ള ഇമേജ് ആണ് എന്നുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ദെൻ കൺവല്യൂഷൻ ലെയർ ഹാസ് സെവറൽ ഫിൽറ്റേഴ്സ്. എങ്ങനെയാണ് ഈ കൺവല്യൂഷൻ ലെയർ വർക്ക് ചെയ്യുന്നത്? കൺവല്യൂഷൻ ഓപ്പറേഷൻസ് എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, സോ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇമേജിൽ തന്നെയുള്ള ഒരു കോമ്പിനേഷൻസ്, ഒരു സെൽസിന്റെ കോമ്പിനേഷൻസ് ആണ്. സോ നമ്മൾ 3x3 സെൽ ഫിൽറ്റർ എടുക്കാം, 2x2 ഫിൽറ്റർ എടുക്കാം, 4x4 ഫിൽറ്റർ എടുക്കാം. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദി ഇമേജ്. അതിന് നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഫിൽറ്റർ എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫിൽറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് 1010101001 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ഫിൽറ്റർ 1 ആണ്. അതുപോലെ നമുക്ക് ഫിൽറ്റർ 2 ഉണ്ടായിരിക്കും. ഈ ഇമേജ് തന്നെ വേറൊരു പോർഷൻ എടുത്തിട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഫിൽറ്റർ 2 എന്ന് പറയാം. ദെൻ ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഫിൽറ്റർ 3 എന്ന് പറയും. സോ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി ഇമേജിൽ നിന്ന് ചെറിയ ഒരു പിക്സൽസിന്റെ ഗ്രൂപ്പ് എടുത്തിട്ട് നമുക്ക് ഫിൽറ്റേഴ്സ് ആയിട്ട് അതിനെ യൂസ് ചെയ്യും. അതിനെ ഫിൽറ്റർ. സോ എവരി ഇമേജ് ഇസ് കൺസിഡർ ആസ് എ മാട്രിക്സ് ഓഫ് പിക്സൽ വാല്യൂസ്. കൺസിഡർ ദ 5x5 ഇമേജ്. നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ 5 റോസ് ആൻഡ് 5 കോളംസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ്. അതിൽ നമ്മൾ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയമെൻഷൻ 3x3 ആണ്. ഇനി കൺവല്യൂഷൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ദ ഫിൽറ്റർ മാട്രിക്സ് ഓവർ ദി ഇമേജ്. നമ്മൾ ഈ ഫിൽറ്ററിനെ, ഈ 101 ഈ കോമ്പിനേഷൻസിനെ ഈ ഇമേജിന്റെ ഈ പാർട്ടിൽ സ്ലൈഡ് ചെയ്യുക. അതായത് ഒന്നിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ഫിൽറ്ററിനെ ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ മൂന്നാമത്തെ പൊസിഷനിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെക്കുക. ഈ ഓരോ ഓവർലാപ്പ് ചെയ്ത് വെക്കുമ്പോഴും നമ്മൾ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോഗ്രാമാറ്റിക്കലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാനുവലി ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഓപ്പറേഷനെയാണ് നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ ഫിൽറ്ററിനെ ആദ്യം ഒന്നാമത്തെ പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചു, അതിനുശേഷം രണ്ടാമത്തെ പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു, അതിനുശേഷം മൂന്നാമത്തെ പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന ഓപ്പറേഷൻ, അതിനെയാണ് സ്ലൈഡ് ദ ഫിൽറ്റർ മാട്രിക്സ് ഓവർ ദ ഇമേജ് ആൻഡ് കമ്പ്യൂട്ട് ദ ഡോട്ട് പ്രൊഡക്റ്റ് ടു ഗെറ്റ് ദ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ്. സോ നമ്മൾ അത് പിന്നീട് കാണും എന്താണ് കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇൻ കൺവല്യൂഷൻ ഓപ്പറേഷൻ the arrays are multiplied element wise. ഓരോ അറേ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ. അതായത് ഫിൽറ്ററിന്റെ ഫസ്റ്റ് സെല്ലും ഒറിജിനൽ ഇമേജിന്റെ അലൈൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെല്ലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഫിൽറ്ററിന്റെ സെക്കൻഡ് സെല്ലും അലൈൻ ചെയ്തിരിക്കുന്ന സെക്കൻഡ് സെല്ലും മൾട്ടിപ്ലൈ ചെയ്യും. ഫിൽറ്ററിന്റെ മൂന്നാമത്തെ സെല്ലും അലൈൻ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ സെല്ലും മൾട്ടിപ്ലൈ ചെയ്യും. ഫിൽറ്ററിന്റെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സെല്ലും അലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഓഫ് ദി ഇമേജിന്റെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് സെല്ലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതിനാണ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് സംഡ്. എല്ലാ മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റും സം ചെയ്യും. ആൻഡ് അതിനെ നമ്മൾ എ ഇൻറ്റു ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ മൂന്ന് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ 1, ഫിൽറ്റർ 2 ആൻഡ് ഫിൽറ്റർ 3. ഫിൽറ്റർ 1ന്റെ കോമ്പിനേഷൻസ് ഇതാണ്, ഫിൽറ്റർ 2ന്റെ കോമ്പിനേഷൻസ് ഇങ്ങനെയാണ്, ഫിൽറ്റർ 3യുടെ കോമ്പിനേഷൻസ് എങ്ങനെയാണ്. ഈ മൂന്നും നമ്മളുടെ ഒറിജിനൽ എക്സ് എന്ന് പറയുന്ന ഇമേജിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. സോ എക്സ് എന്ന് പറയുന്ന ഇമേജ് 2, 4, 6, 8, 9. സോ 9x9 ആണ് നമ്മളുടെ ഒറിജിനൽ എക്സ് ഇമേജ് എന്ന് പറയുന്നത്. സോ എക്സിന് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു 9x9 ഇമേജിലാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫിൽറ്ററിന് നമ്മൾ ഈ ഫിൽറ്ററിന്റെ മിഡ് വാല്യൂം അല്ലെങ്കിൽ മിഡ് സെല്ലും ഈ പാർട്ട് ഓഫ് ദി ഇമേജിന്റെ നമ്മൾ ഇവിടെ സ്ലൈഡ് ചെയ്ത് വരുന്ന ഇത് പൊസിഷൻ, ഇത് അലൈൻ ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ മേളിലേക്ക് വയ്ക്കുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സോ എന്താണ് കൺവല്യൂഷൻ ഓപ്പറേഷൻസ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ കറസ്പോണ്ടിങ് സെൽ തമ്മിലുള്ള പ്രൊഡക്റ്റ് 1 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു -1 1 പ്ലസ് -1 ഇൻറ്റു -1 1 പ്ലസ് -1 ഇൻറ്റു -1 1, then 1 into 1 1, then -1 into -1 1, -1 into -1 1, -1 into -1
1, 1 into 1, 1. ഓക്കെ, സോ ഇതെല്ലാം കറസ്പോണ്ടിങ് സെൽ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, സം ചെയ്തു, എല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. സോ അതിനെ നോർമലൈസ് ചെയ്തപ്പോൾ ടോട്ടൽ ഫിൽറ്ററിൽ 9 സെൽസ് ഉണ്ട്, ഡിവൈഡ് ബൈ 9 ചെയ്തു, നമുക്ക് 1 കിട്ടി. ഓക്കെ, സോ ഇതാണ് ഈ 1 എന്ന് പറയുന്ന സെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവോൾഡ് ഫീച്ചർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ ഈ സെല്ല് വച്ചിരിക്കുന്നത് ഈ റീജിയനിലാണ് എന്ന് വിചാരിക്കും. സോ അവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ -1 into 1, -1 പ്ലസ് -1 into -1, 1 പ്ലസ് -1 into -1, 1 പ്ലസ് -1 into -1, 1 പ്ലസ് 1 into 1, 1 പ്ലസ് -1 into -1, 1 പ്ലസ് -1 into -1, 1 പ്ലസ് -1 into -1, 1 പ്ലസ് 1 into 1, 1. So 0y, then 1, 2, 3, 4, 5, 6, 7, 7 divided by 9 ആയിരിക്കും ഈ സെല്ലിന്റെ കൺവോൾഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ പ്രാവശ്യം ഈ ഫിൽറ്റർ നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം സ്ലൈഡ് ചെയ്യുമ്പോഴും ഇതുപോലെ എന്ത് ചെയ്യണം, കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 1 എന്ന് പറയുന്ന ആ എക്സാമ്പിൾ ആദ്യം ചെയ്ത ഈ ഫിൽറ്ററിംഗ് ആക്ഷനിലെ കൺവോൾഡ് ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ആണ്. ഈ വാല്യൂവിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് നമുക്ക് 7/9 ആണ്. ഓക്കെ, സോ അതുപോലെ ഓരോ സെല്ലിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ട് അതിന്റെ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് കണ്ടുപിടിക്കണം. സോ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു ഇവിടുത്തെ സെൽ വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. 1 into 1, 1, -1 into -1, -1 into -1, -1 into 1, -1, then -1 into -1, 1 into 1 plus -1 into -1 plus -1 into 1 plus -1 into -1 plus 1 into 1 എല്ലാം ചെയ്തപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 0.55 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയ കൺവോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 0.55 ആണ്. സോ നമ്മൾ ഇവിടെ ഫിൽട്ടർ വെച്ചപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 1. മിഡ് പോർഷൻ ആയിട്ട് ഈ സെക്ഷനിൽ ഫിൽട്ടർ വെച്ചപ്പോൾ കിട്ടിയ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് ആണ് 0.55 എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ സെൽ വാല്യൂവിനും നമ്മൾ ഇവിടെ ഫിൽട്ടർ വെക്കുമ്പോൾ ഇതിന്റെ സെൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഫിൽറ്ററിന്റെ സെന്റർ ഇവിടെ വരണം, ബാക്കിയെല്ലാം ഇവിടുത്തെ പോർഷൻസ് 0 ആണ് എന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ സെൽ വാല്യൂസ് എല്ലാം 0 ആയിട്ട് വേണം എടുക്കാനായിട്ട്. സോ അവിടെയും നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. സോ ഈ ഒറിജിനൽ ഇമേജിന്റെ അതേ ഡയമെൻഷനിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് കിട്ടും. സോ ഇതാണ് അതിന്റെ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ്. ഓരോ പിക്സൽ വാല്യൂസും അലൈൻ ചെയ്ത് നിങ്ങൾ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന ഇമേജിന് ഈ ഡിഫറെന്റ് ഫിൽറ്റേഴ്സ്, ഒന്നാമത്തെ ഫിൽറ്റർ യൂസ് ചെയ്തപ്പോൾ അതിന്റെ കൺവോൾഡ് ഫീച്ചർ മാട്രിക്സ് ഇങ്ങനെ കിട്ടിയത്, രണ്ടാമത്തെ ഫിൽറ്റർ ഇങ്ങനെ കിട്ടി, മൂന്നാമത്തെ ഫിൽറ്റർ ഇങ്ങനെ കിട്ടി. സോ ഓരോ ഫിൽറ്ററിനും നമുക്ക് ഇതുപോലെ ഡിഫറെന്റ് ഫീച്ചേർഡ് വെക്ടേഴ്സ്, നമുക്ക് ഫീച്ചേർഡ് മാട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ റെല്യൂ അപ്പോൾ കൺവല്യൂഷൻ ലെയർ ഓപ്പറേഷൻ കഴിഞ്ഞു. സോ CNN നെറ്റ്വർക്കിന്റെ ഒന്നാമത്തെ ഓപ്പറേഷൻ ആയ കൺവല്യൂഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ കൺവല്യൂഷൻ ലെയറിൽ നമ്മളിവിടെ കൺവോൾഡ് മാട്രിക്സ് കണ്ടുപിടിക്കും. ദെൻ കൺവോൾഡ് മാട്രിക്സിന് അടുത്ത സ്റ്റേജ് ആയ റെല്യൂ ലെയറിലേക്ക് കടത്തിവിടും. സോ റെല്യൂ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെക്ടിഫയർ ലീനിയർ യൂണിറ്റ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എക്സ് തന്നെയായിരിക്കും. അതിനെയാണ് CNN അല്ലെങ്കിൽ റെല്യൂ ലെയർ എന്ന് പറയുന്നത്. സെയിം ഓപ്പറേഷൻ നമ്മളോട്, അതായത് ഇൻപുട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഓരോ മാട്രിക്സിന്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ചില പോർഷൻസിൽ അവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. സോ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് വരുന്ന കേസിലെല്ലാം അത് 0യിലേക്ക് മാപ്പ് ചെയ്യും, പോസിറ്റീവ് വരുന്ന കേസെല്ലാം ആ സിറ്റീസ് അത് മാപ്പ് ചെയ്യും. അതാണ് നമ്മളുടെ റെല്യൂ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ -3 എല്ലാം 0 ആയിട്ട് പോകും, -5 0 ആയിട്ട് പോയി, 3 3 ആയിട്ട് വന്നു, 5 5 ആയിട്ട് വന്നു. ഈ രീതിയിൽ നമ്മൾ, സോ പാർട്ട് ഓഫ് ദ നോഡ്സ് വിൽ ബി സപ്രസ്ഡ്. നെഗറ്റീവ് ഇൻപുട്ട് വരുന്ന എല്ലാ നോഡും അവിടെ സപ്രസ് ചെയ്ത് പോകും. ഓക്കെ, സോ അതാണ് നമ്മളുടെ റെല്യൂ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ 0.77 0.7 ആയിട്ട് വന്നു, -0.1 0 ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്തു. സോ തന്നിരിക്കുന്ന കൺവല്യൂഷൻ റിസൾട്ടിൽ ഓരോ ഫിൽറ്ററിന്റെയും കൺവല്യൂഷൻ റിസൾട്ടിന് ലീക്കി റെല്യൂയിലേക്ക് പാസ് ചെയ്തിട്ട് നെഗറ്റീവ്സിനെ കംപ്ലീറ്റ് നമ്മളെ റെല്യൂ ഓപ്പറേഷനിൽ സപ്രസ് ചെയ്ത് കളയും. അതാണ് ഈ സ്റ്റേജിൽ നടക്കുക.
സോ ഇതാണ് ആഫ്റ്റർ റിലീവ് ഓപ്പറേഷൻസ് നമ്മളുടെ കൺവോൾഡ് മാട്രിക്സിനെ നമ്മൾ ഈ രീതിയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ഓക്കെ, സോ ഇതാണ് റിലീവ് ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന മാട്രിക്സ്. ഇതാണ് നമ്മളെ കൺവല്യൂഷൻ ലെയറിന്റെ ഔട്ട്പുട്ട്. കൺവല്യൂഷൻ ലെയർ ഔട്ട്പുട്ടിന് റിലീവ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ റിലീവിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിന്റെ ഒരു മാപ്പിംഗ് കിട്ടി. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ 3 ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. 3 ഫിൽറ്ററിന്റെയും കൺവല്യൂഷൻ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? റിലീവ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പൂളിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഡയമെൻഷൻ റിഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ നടക്കുന്നത്. സോ റിലീവിന്റെ ഔട്ട്പുട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? CNN-ലെ 3ാമത്തെ ലെയറായ പൂളിംഗ് ലെയറിലേക്ക് കൊടുക്കും. പൂളിംഗ് ലെയറിൽ കിടക്കുന്ന ഡിഫറെന്റ് പൂളിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ സൈസ് പറയണം. 2x2 ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ നമ്മളുടെ റിലീവ് ഔട്ട്പുട്ട് എടുത്തിട്ട് 2x2 മാട്രിക്സ് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. ആദ്യം ഇവിടുന്ന് എടുക്കും, ദെൻ ഇവിടുന്ന് എടുക്കും, ദെൻ ഇവിടുന്ന് എടുക്കും. ദെൻ S=1, S=sliding 2 ആണോ, അതായത് ഇവിടെ ഫിൽറ്റർ വെച്ചതിന് ശേഷം അടുത്ത ഓപ്പറേഷനിലെ ഫിൽറ്റർ ഇങ്ങനെയാണോ വെക്കേണ്ടത് അതോ ഇങ്ങനെയാണോ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. S=1 ആണെങ്കിൽ ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. S=2 ആണെങ്കിൽ 2 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തതുപോലെ ഈ ഫിൽറ്ററിനെ ഇവിടെ സ്ലൈഡ് ചെയ്യും. എന്നിട്ട് ഇതിവിടെ 2x2 ആണ്. 2x2 മാട്രിക്സിൽ ഈ 0.70001 ഓക്കെ, ഇതിൽ ഇവിടെ നമ്മൾ ഡിഫറെന്റ് പൂളിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പൂളിംഗ് അല്ലെങ്കിൽ ഒരു പൂളിംഗ് ആണ് മാക്സ് പൂളിംഗ് എന്ന് പറയുന്നത്. മാക്സ് പൂളിംഗ് ഉണ്ട്, ആവറേജ് പൂളിംഗ് ഉണ്ട്. ഓക്കെ, സോ മാക്സ് പൂളിംഗ് ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ 4 സെല്ലിൽ എത്രയാണോ മാക്സിമം വാല്യൂ അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ദെൻ S=1 ആണെങ്കിൽ അടുത്ത സെല്ല് നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. അടുത്ത സ്ട്രൈഡിംഗ് ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. ഓക്കെ, സോ അതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് 1 കിട്ടും. നമ്മൾ അതവിടെ 1 എഴുതും. 3ാമത്തെ സെൽ ഓപ്പറേഷനിൽ നമ്മൾ സെല്ല് വെക്കുന്നത് ഇവിടെ ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ 0.33 ആണ്. അതവിടെ 0.33. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ പൂളിംഗ്സ് ഓപ്പറേഷൻസ് അല്ലെ സ്ലൈഡ്സിനെ അല്ലെങ്കിൽ ഫിൽറ്ററിനെ സ്ലൈഡ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ഒറിജിനൽ മാട്രിക്സിന്റെ സൈസ് റിഡ്യൂസ് ചെയ്ത് ഒരു റിഡ്യൂസ്ഡ് മാട്രിക്സ് നമുക്ക് ഈ സ്റ്റേജിൽ കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ പൂളിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സൈസ് റിഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അത് ആദ്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് മാക്സ് പൂളിംഗ് ആണ്. ദെൻ ആവറേജ് പൂളിംഗ് ഉണ്ട്. ആവറേജ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സെൽ വാല്യൂസിനെയും ആവറേജ് ആയിരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരിക. സോ അതാണ് പൂളിംഗ് ലെയർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ പൂളിംഗ് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഒന്നാമത്തെ ഫിൽറ്ററിൻ്റെ റിലീവ് ഔട്ട്പുട്ടിനെ നമ്മൾ പൂളിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും. അതിന് 9x9 എന്നുള്ളത് 4x4 മാട്രിക്സ് ആയിട്ട് റിഡ്യൂസ് ചെയ്തു. ഓക്കെ, ഡയമെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റി. സോ മാക്സ് പൂളിംഗ് ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് പൂളിംഗ് ലെയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. ഓക്കെ, സോ ഓരോ ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിലീവ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ റിലീവ് ഓപ്പറേഷൻ നമ്മൾ ഓരോ ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു മാക്സ് പൂളിംഗ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് റിഡ്യൂസ് ചെയ്ത 3 മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇവിടെ പൂളിംഗ് ലെയറിലും കിട്ടി. ഓക്കെ, സോ ഇതാണ് പൂളിംഗ് ചെയ്യുമ്പോൾ, ഇതാണ് ഒറിജിനൽ ഇമേജ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സ് പൂളിംഗ് കിട്ടുമ്പോൾ നമുക്ക് പറയുന്നത് ഈ ഇമേജിനെ, ഇതാണ് നമ്മൾ ഒറിജിനൽ ഇമേജ്, അതിനെ CNN ഓപ്പറേഷനിൽ പാസ് ചെയ്തപ്പോൾ പൂളിംഗ് ലെയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാക്സിമം വാല്യൂ ഇട്ടുമ്പോൾ നമുക്ക് ഈ ബൗണ്ടറീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ ഇമേജിൻ്റെ ബൗണ്ടറീസ്, ഈ എഡ്ജസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഓപ്പറേഷനിൽ നിന്ന് പറ്റും. സോ ഈ ഇമേജ് എന്ന് പറയുന്നത് സൈസ് കൂടിയ ഇമേജാണ്. ഈ ഇമേജ് എന്ന് പറയുന്നത് സൈസ് കുറഞ്ഞ ഇമേജാണ്. ഈ ഇമേജിൻ്റെ അല്ലെങ്കിൽ ഈ ഇമേജ് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലുള്ള ഒരു ബേർഡാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. സോ ഇത്രയും സൈസുള്ള ഒറിജിനൽ ഇമേജ് കീപ്പ് ചെയ്യുന്നതിന് പകരം ചെറിയ സൈസുള്ള ഈ പോർഷൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മളുടെ കോർണേഴ്സ്, ബോഡി, ഫെദേഴ്സ്, ഐസ്, ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ മിസ്സാകാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ റിട്ടെയിൻ ചെയ്ത് നമുക്ക് ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് പൂളിംഗ് ആൻഡ് ലെയറിൻ്റെ അല്ലെങ്കിൽ CNN ലെയേഴ്സിൻ്റെ, CNN സ്ട്രക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഒന്നും നഷ്ടപ്പെടാതെ വളരെ റിഡ്യൂസ്ഡ് ഡയമെൻഷനിൽ നമുക്ക് ഇമേജസിനെ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് കൺവല്യൂഷണൽ ലെയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്.
ഓക്കെ. സോ കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ആണ് ഇൻപുട്ട് ഇമേജ്. കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമ്പർ ഓഫ് നമ്മൾ 3 ഫിൽറ്റർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ n നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. എത്ര ഫിൽറ്റർ നമ്മൾ സെലക്ട് ചെയ്തു അത്രയും ഫിൽറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൺവല്യൂഷൻ ഔട്ട്പുട്ട് കിട്ടും. അതിനെ പൂൾ ചെയ്യുമ്പോൾ അത്രയും എത്ര ഫിൽറ്റർ ഉണ്ടോ അത്രയും ഫിൽറ്ററിലുള്ള അത്രയും എണ്ണം റെലു ഔട്ട് പൂളിംഗ് ലെയർ ഔട്ട്പുട്ട് നമുക്ക് വിത്ത് റെഡ്യൂസ് ഡയമെൻഷൻ നമുക്ക് അവിടെ കിട്ടും. സോ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് കൂടുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് CNN ഓപ്പറേഷൻ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒറിജിനൽ ഇമേജ് കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്തു, റെല്യൂ ഓപ്പറേഷൻ ചെയ്തു, പൂളിംഗ് ചെയ്തു. സോ ഓരോ ഫിൽറ്ററിനും 3 ഫിൽറ്ററാണ് നമ്മളവിടെ സെലക്ട് ചെയ്തത്. സോ 3 മാക്സ് പൂളിംഗ് ഔട്ട്പുട്ടും നമുക്കവിടെ കിട്ടി. ഓക്കെ. ദെൻ പൂളിംഗ് ഔട്ട്പുട്ടിന് ശേഷം നാലാമത്തെ ഓപ്പറേഷനായ ഇതാണ് CNN വീണ്ടും ഒരേപോലുള്ള സ്ട്രക്ചർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കൺവല്യൂഷൻ, റെലു, പൂളിംഗ്. സോ ഈ കോമ്പിനേഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പൂളിംഗ് ഔട്ട്പുട്ടിന് ഒറിജിനൽ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വീണ്ടും കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്യും. അതായത് റെഡ്യൂസ് ഡയമെൻഷൻ വീണ്ടും കൺവല്യൂഷൻ ചെയ്തു, വീണ്ടും റെഡ്യൂ ചെയ്തു, വീണ്ടും. സോ ഒക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറി, പിന്നെ അത് ഇങ്ങനെയായിട്ട് മാറി. ഇങ്ങനെ നമുക്ക് സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. സോ ഇത് എത്ര പ്രാവശ്യം നമ്മൾ എത്ര സ്റ്റേജ് സെലക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ CNN സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ നമ്പർ ഓഫ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു 2x2 മാട്രിക്സിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റി എന്ന് വിചാരിക്കുക. സോ 2 സ്റ്റേജ് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ റെഡ്യൂസ് ചെയ്ത ഒരു മാട്രിക്സ് ആയിട്ട് മാറി. സോ അതായത് 9x9 എന്ന് പറയുന്ന ഇമേജ് 2x2 ആയിട്ട് മാറി. ആദ്യത്തെ ഫിൽറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2x2 കിട്ടി, ഇവിടെ 2x2 കിട്ടി, ഇവിടെ 2x2 കിട്ടി. സോ എക്സ് എന്ന് പറയുന്ന ഇമേജിനെ നമ്മൾ C3 ലെയറിൽ കൂടെ കൺസിക്വൻ്റ് ആയിട്ട് പാസ് ചെയ്തപ്പോൾ സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് ഇതിൻ്റെ ഫീച്ചേഴ്സ് വാല്യൂസ് ആണ്. ഇതിനെ നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയും, ഫീച്ചർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഈ ഒറിജിനൽ ഇമേജിൻ്റെ സം ഫീച്ചേഴ്സ് ഈ വാല്യൂസിലുണ്ട്. ഓക്കെ. ആ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഇമേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് CNN എന്ന് പറയാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റനിങ് ലെയർ അല്ലെങ്കിൽ ഫുള്ളി കണക്റ്റഡ് ലെയർ എന്ന് പറയും. ഫ്ലാറ്റനിങ് ലെയർ അല്ലെങ്കിൽ സോ നാലാമത്തെ ലെയർ ആണ് ഫുള്ളി കണക്റ്റഡ് ലെയർ അല്ലെങ്കിൽ ഫ്ലാറ്റനിങ് ലെയർ എന്ന് പറയുന്നത്. സോ ഫ്ലാറ്റനിങ് ലെയർ എന്ന് പറയുന്നത് ആഫ്റ്റർ എ നമ്പർ ഓഫ് കൺസിക്വൻറ്റ് 3 സ്റ്റേജസ്, 3 സ്റ്റേജിന്റെ കോമ്പിനേഷൻസ് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കൊടുക്കാൻ പറ്റും. സോ നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു 2 ഡയമെൻഷണൽ അറേ ആയിട്ട് മാറി. ഫ്ലാറ്റനിങ് ലെയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേജിൽ കിട്ടിയത് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഇതിനെ ഓരോ ആദ്യം 6 എടുത്തു, ദെൻ 8 എടുത്തു, ദെൻ 4 എടുത്തു, ദെൻ 7 എടുത്തു. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഫ്ലാറ്റനിങ് ലെയർ എന്ന് പറയുന്നത്. സിമ്പിൾ ഓപ്പറേഷൻ ആണ്. അതിനെ ഫ്ലാറ്റനിങ് ഓപ്പറേഷൻസ് എന്ന് പറയും. സോ നമ്മൾ ആദ്യത്തെ പ്രീവിയസ് എക്സാമ്പിളിൽ ഈ 3 നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നത്. ഈ ഔട്ട്പുട്ട് ലെയേഴ്സിനെ എല്ലാം 1, 0.5, 0.5, 1, then again 1, 0.5, 0.5, 0.5, again 0.5, 1, 1, 0.5 ഇതെല്ലാം കൊടുത്തിട്ട് ഒരൊറ്റ സിംഗിൾ ലെയർ ആയിട്ട് മാറ്റി. ഇതിനാണ് നമ്മൾ ഫുള്ളി കണക്റ്റഡ് ലെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റനിങ് ലെയർ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒറിജിനൽ ഇമേജിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. സോ CNN ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ 3 ലെയറാണ് നമ്മളുടെ 4 ലെയേഴ്സ് ആണ് നമ്മളുടെ CNN എന്ന് പറയുന്നത്. കൺവല്യൂഷൻ ലെയർ, റെല്യൂ ലെയർ, മാക്സ് or pooling layer, then fully connected layer. Okay, so pixel from the image are referred to, ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ സമ്മറിയാണ്. പിക്സൽസ് ഫ്രം ദി ഇമേജസ് ആർ referred to the convolution layer, results in convolutional map. കൺവല്യൂഷണൽ മാപ്പിനെ നമ്മൾ ആ ഔട്ട്പുട്ടിനെ റെല്യൂ ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, നെഗറ്റീവ്സിനെ സപ്രസ് ചെയ്യുന്നു, നെഗറ്റീവ്സിനെ ഒഴിവാക്കുന്നു. ഇമേജസ് പ്രോസസർ മൾട്ടിപ്പിൾ കൺവല്യൂഷൻസ് ആൻഡ് റെല്യൂ ലെയേഴ്സ്. അതിനുശേഷം നമ്മൾ പൂളിംഗ് ലെയേഴ്സിലേക്ക് കടത്തി വിടുന്നു. പൂളിംഗ് ലെയേഴ്സിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാപ്പ് ഫ്ലാറ്റനിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫ്ലാറ്റൻ ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. സോ ഒറിജിനൽ ഇമേജ്, കൺവല്യൂഷൻ ഓപ്പറേഷൻ, പൂളിംഗ് ഓപ്പറേഷൻസ്, then again pooling operations, then finally convolution fully connected layer, and finally അതായത് 224x224 എന്ന് പറയുന്ന ഒറിജിനൽ മാട്രിക്സിനെ നമ്മൾ 3x3 അല്ലെങ്കിൽ ഈ 3 നോഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് അത് ബേർഡ് ആണ് എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കും. സോ അത് ബേസിക്സ് ഓപ്പറേഷൻസ് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ദെൻ പിന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെൻസർ ഫ്ലോ ആണ്. ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഫ്രെയിം വർക്ക് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. സോ CNN സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് അവിടെ കഴിഞ്ഞു. CNNന്റെ ആപ്ലിക്കേഷൻസ് അവിടെ അല്ലെങ്കിൽ അത്രയും പഠിച്ചാൽ മതി. ടെൻസർ ഫ്ലോ ഉണ്ട്. ടെൻസർ ഫ്ലോയിൽ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചറാണ്. ടെൻസർ ഫ്ലോ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഫ്രെയിം വർക്ക് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. ഗൂഗിളിൻ്റെ ഒരു കേസാണ്. ഗൂഗിൾ ഡിസൈൻ ചെയ്ത ഒരു ഫ്രെയിം വർക്കാണ് ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത്.
It provides a comprehensive ecosystem of tools, libraries, and resources for building and developing machine learning models. Machine learning CNN മോഡൽസിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത്. ടെൻസർ ഫ്ലോ അലൗസ് യു ടു ഡിഫൈൻ ആൻഡ് ട്രെയിൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസിങ് സിംബോളിക് പ്രോഗ്രാമിംഗ് പാരാഡിം. സോ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ടെൻസർ ഫ്ലോ. ടെൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ അറേ, നമ്മൾ അറേ ഓഫ് നമ്പേഴ്സ്. സോ ഒരു അറേ, ഒരു വൺ ഡയമെൻഷണൽ അറേ ഉണ്ട്. അതിനെ നമ്മൾ നമ്പർ, കുറേ നമ്പേഴ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇതിനെ നമ്മൾ വൺ ഡയമെൻഷണൽ ടെൻസർ എന്ന് പറയും. ദെൻ അറേ ഓഫ് അറേസ് അങ്ങനെ ടു ഡയമെൻഷണൽ എന്ന് പറയും. ദെൻ സോ ടു ഡയമെൻഷണൽ ടെൻസറിൻ്റെ ഒരു അറേ, അതിനെ നമ്മൾ ത്രീ ഡയമെൻഷണൽ ടെൻസർ എന്ന് പറയും. സോ കുറേ ടെൻസർ എന്ന് പറഞ്ഞാൽ സിംപ്ലി വൺ ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു അറേ, അതിനെയാണ് നമ്മൾ വൺ ഡയമെൻഷണൽ ടെൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറേയാണ് നമ്മൾ ടു ഡയമെൻഷണൽ ടെൻസർ എന്ന് പറയുന്നത്. സോ കുറേ അറേ, വൺ വൺ ഡി ടെൻസേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ടു ഡി ടെൻസർ കിട്ടും. കുറേ ടു ഡി ടെൻസേഴ്സ് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡി ടെൻസർ കിട്ടും. ത്രീ ഡി ടെൻസറിനെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഡി ടെൻസർ കിട്ടും. സോ നമ്മൾ ഓരോ പിക്സൽസ് വാല്യൂസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സെൽ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കോളം മാത്രം എടുക്കുന്നു. അപ്പം നമുക്ക് ഒരു ടെൻസർ കിട്ടും. ഓക്കെ. ദെൻ രണ്ട് കോളം അല്ലെങ്കിൽ മൂന്ന് കോളം, എല്ലാ കോളം വാല്യൂസ് എടുക്കുന്നു. അതിന് നമുക്ക് മൂന്ന് കുറേ ടെൻസറിൻ്റെ അറേ കിട്ടും. അപ്പം നമുക്ക് ടു ഡി ടെൻസറായി. അപ്പോൾ അങ്ങനെ അറേ ഉപയോഗിച്ചിട്ട് ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസർ ഉപയോഗിക്കുന്നത്. ടെൻസർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. So it supports the CPU and GPU accelerations, making it suitable for large-scale deep learning networks, deep learning task. So originally image എന്നൊക്കെ പറയുന്നത് 512 എന്ന് പറയുന്ന സൈസിലുള്ള ഇമേജസ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് പ്രാക്ടിക്കൽ കേസിൽ വരിക. സോ ഇങ്ങനെയുള്ള ഇമേജിനെ ഓരോ പിക്സൽ വാല്യൂ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, എഫിഷ്യൻസി കുറയും. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 512 മാട്രിക്സ് എടുക്കും. ഒറ്റ ടെൻസർ, ഒന്നാമത്തെ 512 എന്ന് പറയുന്നത് ഇങ്ങനെ 512 ഡോട്ട് ഉണ്ടായിരിക്കും, ഇങ്ങനെ താഴോട്ടും 512 ഉണ്ടായിരിക്കും. ഈ 512സിനെ കംപ്ലീറ്റ് നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കും. അതിനെ നമ്മൾ ടെൻസർ എന്ന് പറയും. സിംപ്ലി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. So TensorFlow provides a flexible and a scalable platform for developing a wide range of machine learning applications. Just ഒന്ന് പഠിച്ചാൽ മതി. Keras. Keras is a high-level neural networks API written in Python designed to run on top of TensorFlow. So Keras എന്ന് പറയുന്നത് ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. ടെൻസർഫ്ലോയുടെ ടോപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ ടെൻസർഫ്ലോയുടെ ടോപ്പിൽ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷൻസ് യൂട്ടിലിറ്റിയാണ്. എല്ലാ ഡീപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസും എല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് അല്ല കുറേ ടീംസിൻ്റെ ടൂൾസ് കിറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫങ്ഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ്, കൺവല്യൂഷണൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് കെറാസ് എന്ന് പറയുന്നത്. provides a user-friendly interface for building and training deep learning models. നമ്മൾ CNN നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് അനലൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കെറാസ് എന്ന് പറയുന്നത്. പൈത്തൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്യൂട്ട് ആണ് നമ്മളുടെ കെറാസ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ മെഷീൻ ലേണിംഗ് ടാസ്ക് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സിമ്പിൾ പൈത്തൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഒക്കെ വളരെ കുറവായിരിക്കും. സോ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കെറാസ് എന്ന് പറയുന്നത്. Keras offers simple and intuitive syntax, allowing user to quickly define and configure complex neural networks architecture. Python simplify, നമ്മൾ പഠിച്ചിരിക്കുന്ന പൈത്തൺ ഉപയോഗിച്ചൊക്കെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെറാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. It supports a wide range of layers, activation functions, optimizers, and loss functions, making it highly customizable. ജനറൽ ഓവർവ്യൂ മാത്രം പഠിച്ചാൽ മതി, സിലബസിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ കെറാസ് പ്രൊമോട്ട്സ് മോഡുലാരിറ്റി ആൻഡ് റിയൂസബിലിറ്റി, എനേബിളിംഗ് ഈസി എക്സ്പെരിമെൻറ്റേഷൻസ് ആൻഡ് മോഡൽ പ്രോട്ടോടൈപ്പിംഗ്. സോ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്.